രാത്രികാലം ഓൺ ബിഹാഫ് ഓഫ് എബനേസർ ഔട്ട്റീച്ച് മിനിസ്ട്രിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ ഏഴയായ എന്നെയും കർത്താവ് തെരഞ്ഞെടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Greetings to everyone in the matchless name of Lord Jesus Christ. While sitting here, I was just thinking, if God hasn't seen me, if God hasn't chosen me as his daughter, where would I have been? ഞാൻ എങ്ങനെ ആയി പോയിരുന്നിരിക്കാം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. So I was really thankful, and my heart is full of thankfulness to God, my beloved Jesus, who chose me and who took me out of a miry clay and made me stand on a rock, that is Jesus Christ. And കർത്താവ് അടിയന്റെ ജീവിതത്തിൽ നൽകിയ ആ വലിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ ആദ്യമായിട്ട് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടിയിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അല്പസമയത്തെ മെഡിറ്റേഷൻ ആയിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം പറയാനായിട്ട് ശ്രമിക്കാം. ദൈവമക്കൾ എല്ലാവരും അടിയന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഫോർ ടുഡേസ് മെഡിറ്റേഷൻ, ലെറ്റ്സ് ഗോ ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 3 വേഴ്സസ് 11. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഞാൻ വായിക്കാം. I'm going to read that. So it is here like that. I am coming soon. Hold fast what you have, so that no one may seize your crown. The one who conquers, I will make him a pillar in the temple of my God. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. Praise the Lord. I praise and thank God for this wonderful word. നമുക്ക് ഒത്തിരി ബലം തരുന്ന, ഒത്തിരി ശക്തി തരുന്ന ഒരു വചനമാണിത്. ഈ വചനത്തെ കുറിച്ച് പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദ ബുക്ക് ഓഫ് റെവലേഷൻ. ബുക്ക് ഓഫ് റെവലേഷനിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ഡിസൈപ്പിൾ ആയിട്ടുള്ള ജോണിലൂടെ 7 സഭകൾക്ക് നൽകുന്ന ലെറ്റേഴ്സ് ആണ് ആദ്യത്തെ ഫ്യൂ ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തെ ഫ്യൂ ചാപ്റ്റേഴ്സിൽ ഓരോ സഭയ്ക്കും 7 സഭകളുണ്ട്. 7 churches are there, and each church is getting a letter from God, from Jesus, and it is through John that is being delivered. Okay, so ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം അത് ഫിലാഡൽഫിയ സഭ, church in Philadelphia. This is a letter. This is a portion of a letter that's been given to the church in Philadelphia. And ആ ലെറ്ററിനകത്ത് എന്തുവാണ് പറയുന്നത്? അതായത് ഫിലാഡൽഫിയ ചർച്ചിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ മുന്നിലത്തെ ഓരോ ചാപ്റ്റേഴ്സിൽ ചിന്തിക്കുമ്പോഴും നോക്കുമ്പോഴും വി ക്യാൻ സീ ദാറ്റ് ഓരോ ചർച്ചിനെ കുറിച്ചും കർത്താവിന്റെ അഭിപ്രായം, വാട്ട് ഹി തിങ്സ് അബൌട്ട് ഇറ്റ്, വാട്ട് ഹി നോസ് അബൌട്ട് ഇറ്റ്, ആൻഡ് വാട്ട് ഈസ് ദെയർ ഡെസ്റ്റിനി, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഡെസ്റ്റിനി എന്താണ്, അങ്ങനെ പല കാര്യങ്ങള് ഈ ഓരോ ചർച്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ചർച്ചിനെ കുറിച്ച്, ചർച്ച് ഇൻ ഫിലഡൽഫിയ, ആ ചർച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. സോ ഈ ഒരു വേദഭാഗം ഞാൻ വായിച്ചപ്പം നമുക്ക് അറ്റ് എ ഗ്ലാൻസ് ജസ്റ്റ് നമ്മൾ അത് വായിച്ചു നോക്കുവാണെങ്കിൽ 2 things we can understand from it. One is there is a blessed hope that is being delivered in this verse, right? അത് ഒന്നാമത്തെ blessed hope എന്ന് പറയുന്നത് I am coming soon, Jesus is coming soon എന്നുള്ളതാണ് ഒരു blessed hope. Okay, ഭാഗ്യകരമായ ഒരു പ്രത്യാശ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ആ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ദൈവമക്കളെ, ഇഫ് വി തിങ്ക് അബൌട്ട് എ പേഴ്സൺ ഹു ഇസ് വെയിറ്റിംഗ് ഫോർ ഹിം, അത് ബ്ലെസ്ഡ് ഹോപ്പ് ആണ്. ബട്ട് ദോസ് ഹു ഡസന്റ് നോ ഹിം, that is an alarming call. That is an alarming call. Those who doesn't know him, ഈ വാക്യം വായിക്കുമ്പോൾ they should fear, because those who doesn't know him, they know that like this is something that is very alarming.
ഒരു ജഡ്ജ്മെന്റ് ഇസ് കമ്മിങ്. പക്ഷെ കർത്താവിനെ അറിയുന്ന, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഓൾവേസ് എ ബ്ലെസ്ഡ് ഹോപ്പ് ദാറ്റ് അവർ ബിലവഡ് ജീസസ് ഇസ് കമ്മിങ് ബാക്ക്. We are going to meet him. We are going to meet him face to face, right? We are going to be with him eternity to eternity. നമ്മൾ അവനോട് കൂടെ വസിക്കാൻ പോവുകയാണ് എന്നുള്ളതെല്ലാം ഒരു ഭാഗ്യകരമായ പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഹോപ്പാണ്, ഒരു ബിലീഫാണ് അത് നമുക്ക് നൽകുന്നത്. സെക്കൻഡ് തിങ് അതിനകത്തുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്ഡ് ഹോപ്പ്. അനദർ വൺ ഇസ് so that no one may seize your crown, which means there is a crown, right? No one may seize your crown എന്ന് പറയുമ്പോൾ ആരും നിങ്ങളുടെ കിരീടം എടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ there is a crown. So there is a reward. There is a reward for the child of God. There is a reward that you're gonna get, you and me gonna get from God when he receives us, right? We receive him in the clouds, right? So അതാണ് രണ്ടാമത്തെ blessed hope. ഇനി വേറൊരു കാര്യം അതിനകത്തുള്ളത്, ഈ ഒരു ചെറിയ ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അതിൽ മൂന്നാമത് നമ്മൾ കാണുന്നത് there is an instruction. So blessed hope ഉണ്ട്, that we are going to see him. Jesus is coming soon and we have a reward. And along with it, there is an instruction. Instruction എന്തുവാ? Hold fast what you have. നിനക്കുള്ളത് സൂക്ഷിച്ചു കൊള്ളുവിൻ, കരുതിക്കൊള്ളുവിൻ. അല്ലെങ്കിൽ നിനക്കുള്ളത്, എക്സ്ക്യൂസ് മീ, എന്റെ വചനം നീ കാത്തുകൊണ്ടു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കോളം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അതാണ് എഴുതിയിരിക്കുന്നത്. ഹോൾഡ് ഫാസ്റ്റ് to what you have. That is an instruction. അതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. So thinking about our Christian life also, Christian life is a mixture of this. There are instructions that God give us. Instructions ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം കർത്താവിന്റെ മക്കളായി ജീവിക്കുമ്പോൾ we always have a blessed hope. So this is a mixture of what we see in our Christian life as well, right? So അതാണ്, that is at a glance നമ്മൾ ഈ വാക്യത്തെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. And while I was reading this verse, one of the word that struck my mind was hold fast. Hold fast. അതായത് പിടിച്ചുകൊള്ളുക, മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. So let us think about what this Philadelphia church has to hold fast. എന്താണ് മുറുകെ പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. So the word is written like this: hold fast what you have. സോ ആദ്യമായിട്ട് പറയുന്നു, നിനക്കുള്ളത്, നിനക്ക് നിന്റെ കയ്യിലുള്ളത് അത് മുറുകെ പിടിച്ചുകൊള്ളുക. മക്കളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെ? There may be talents that God has entrusted in you. There may be like some strength, some faith, some belief, everything. Maybe അത് ലിറ്റിൽ ആയിരിക്കാം, കുറച്ചായിരിക്കാം, ചിലവർക്ക് അത് കൂടുതലായിരിക്കാം. പക്ഷെ there are something that every child of God that God has entrusted you with. ഓരോ ദൈവമക്കളുടെ മേലും കർത്താവ് എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, റൈറ്റ്? കർത്താവ് പറയുന്നു ഹോൾഡ് ഫാസ്റ്റ് ടു ഇറ്റ്. അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക, അതിനെ കളയാതിരിക്കുക, അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഈ ഒരു മെസ്സേജിന്റെ തുടക്കത്തിൽ I just want to tell you that hold fast what you have. And another thing is, God has been entrusted with you with some responsibilities as well, right? Your family is your responsibility. ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ച് your wife and your kids, that's your responsibility. ഒരു വർക്കറെ സംബന്ധിച്ച് it is the completion of a work or being faithful in the work is your responsibility. So those things, again, these are the things that you have to hold fast. What you have, what you are entrusted with, hold fast with it, right? So that is about it. Again, hold fast എന്ന് പറയുമ്പോൾ, മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ, it's an alarming call, right? It's not something that we say in a time when it's a normal time. ഒരു നോർമൽ ടൈമിൽ പറയുന്ന ഒരു കാര്യമല്ല ഹോൾഡ് ഫാസ്റ്റ് എന്ന്. ഹോൾഡ് ചെയ്യാൻ പറയും, അല്ലെ? പിടിച്ചോളാൻ പറയും. പക്ഷെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് എപ്പോഴാ? It is when something is unusual, right? അതായത് there is a force against it. There is a force against. So we have to be more മുറുകെ പിടിക്കണം, അതായത് ഫേം ആയിട്ട് പിടിക്കണം എന്ന് പറയുന്നു, റൈറ്റ്? സോ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു റിവർ റാഫ്റ്റിങ്ങിന് ഒരു പുഴയിലോ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ, ഒരു ബോട്ടിൽ പോവുകയാണെങ്കിൽ, ഇഫ് ഇറ്റ്സ് എ കാം വാട്ടർ,
we will be like, we won't be holding anywhere, right? We will be relaxing, sitting, right? But when it reaches a place where there is churium, like waves and waters, adellam koodi varuna sthalathu varumbo endu pattum, we will be holding fast, right? മുറുകെ പിടിക്കാൻ തുടങ്ങും, right? So just like that, ഇവിടെയും പറയുന്ന ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം, ആ ഒരു വാക്ക് പറയുന്നത്, it means that there are chances of wavering in your life ahead, right? നിങ്ങളുടെ മുന്നിലോട്ടുള്ള ലൈഫിൽ, ഇറ്റ് ഈസ് ലൈക്ക് ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ്, മുന്നിലോട്ട് പല തിരമാലകൾ കടന്നു വന്നേക്കാം, കാര്യങ്ങൾ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഇരിക്കുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കാം. Circumstances won't be the same, right? Situations won't be always favorable for a child of God, right? So even at that time, that's why word of God is telling you, hold fast. നിങ്ങളത് മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. So there is a chance of force acting against. Another thing is that there would be in our Christian life, there is a chance of forces acting against us, right? It can be spiritual forces, right? And it can be our flesh itself, right? അതെല്ലാം നമുക്ക് against ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. So the circumstances, the situations are not favorable. അതുകൊണ്ടാണ് വചനം പറയുന്നത് മുറുകെ പിടിച്ചുകൊള്ളുക, നിനക്കുള്ളത് കളയാതെ, നിനക്ക് നൽകിയിരിക്കുന്ന ആ അഭിഷേകം കളയാതെ, നിനക്ക് തന്നിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഫെയ്ത്ത്ഫുൾനെസ് പോകാതെ, നിനക്ക് തന്നിരിക്കുന്ന ആ ഓരോ ചെറിയ ടാലന്റിലും അത് വിശ്വസ്തയോടെ ചെയ്യാനായിട്ട്, അങ്ങനെ ഓരോന്നിലും വാട്ട് യു ഹാവ് അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് കർത്താവ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദാറ്റ് വേഴ്സ്, റൈറ്റ്? ആൻഡ് അഗൈൻ നമ്മൾ ഈ ഒരു പാരഗ്രാഫ്, ഐ തിങ്ക് ചാപ്റ്റർ 3 റെവലേഷൻ ചാപ്റ്റർ 3 ഫ്രം 7 to 14 ആണ് ഫിലാഡൽഫിയ ചർച്ചിനെ കുറിച്ച് പറയുന്നത്. സോ ഹോൾഡ് ഫാസ്റ്റ് വാട്ട് യു ഹാവ് എന്ന് പറയുമ്പം എന്തുവാ ഫിലാഡൽഫിയ ചർച്ചിനകത്ത് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. വാട്ട് ദേ ഹാഡ്, റൈറ്റ്? സോ the Spirit of God is telling them to hold fast what they had, right? നമ്മളോട് പറയുന്നത് നമുക്കുള്ളതിനെ മുറുകെ പിടിക്കുക എന്നാണ്. അപ്പൊ ഫിലാഡൽഫിയ ചർച്ചിനോട് പറയുന്നു, hold fast to what you have, right? So let's see what they had. ഒന്നാമതായിട്ട് പറയുന്നത് the verse number 8, I know your works. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. Behold, I have set before you an open door which no one is able to shut. സോ ഒന്നാമത് പറയുന്നത് ഫിലാഡൽഫിയ ചർച്ചിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് their works ആണ്. ഓക്കെ, their works. നമ്മൾ എപ്പോഴും ഒരു മനുഷ്യനാണ് നമ്മളുടെ വർക്കിനെ വിലയിരുത്തുന്നതെങ്കിൽ we can say that if a person from outside is evaluating our works, we can say that they are just seeing the outside of us and they are saying that good work or bad work. But here the Spirit of the God is evaluating. So it is not just the outward work alone, but he is looking at the heart and also the work. So ഇവിടെ കർത്താവായ യേശു പറയുന്നു, I know your works എന്ന് പറയുമ്പം he is knowing not just your works but your heart as well. അതാണ് അതിന് മുന്നത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട്. തുയത്തൈര സഭയോട് പറയുമ്പം ഇങ്ങനെ പറയുന്നു, I am he who searches mind and heart and I will give to you each of you according to your works. So കർത്താവ് പറയുന്നു, I know your works എന്ന് കർത്താവ് പറയുമ്പോൾ he is knowing your works, what you did, and also he is knowing your heart, right? So ഈ ഫിലാഡൽഫിയ ചർച്ചിനെ കുറിച്ച് പറയുമ്പം കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കാണുന്നു, ഞാൻ നിങ്ങളുടെ നല്ല ഹൃദയത്തെ കാണുന്നു. So they had what they have was a good heart and a good works. ജെയിംസ് 2:14 പറയുന്നു, ദ ബുക്ക് ഓഫ് ജെയിംസ്, അത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ഫെയ്ത്ത് ദാറ്റ് ഡസ് നോട്ട് ഹാവ് വർക്ക് ഇസ് ഡെഡ്. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്. സോ ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഫിലാഡൽഫിയ ചർച്ചിൽ എന്തുകൊണ്ട്? പ്രവൃത്തിയുണ്ട്, വിശ്വാസമുണ്ട്. പ്രവൃത്തിയുണ്ട്, നല്ല ഹൃദയമുണ്ട്. നല്ല ഹൃദയത്തോട് കൂടിയ പ്രവൃത്തിയുണ്ട്. സോ അതിനെ മുറുകെ പിടിച്ചോളാനാണ് കർത്താവ് ആദ്യം പറയുന്നത്. ആൻഡ് അഗൈൻ വാട്ട് എവർ യു ഡു, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വാട്ട് എവർ യു ഡു ഇറ്റ് wholeheartedly with all your heart. You have to do it, right? And again, we are his workmanship created in Jesus for good works. നല്ല പ്രവൃത്തിക്ക് വേണ്ടിയാണ്
കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. റൈറ്റ്? സോ we were chosen and we were saved by faith, but we are saved by faith for good works. നല്ല പ്രവർത്തിക്കായി വിശ്വാസത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ സേവ് ചെയ്യപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് തിങ് ദാറ്റ് വി ക്യാൻ സീ ഇസ് വാട്ട് the church has to hold fast is the good works and the good heart. Okay, so just let us keep that in mind. രണ്ടാമതായിട്ട് പറയുന്നു, behold, I have set before you an open door which no one is able to shut. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. So God is telling them there is an open door for you, right? ഞാൻ അതിന്റെ കമന്ററീസ് വായിച്ചു നോക്കിയപ്പം what I came to understand is open doors എന്ന് എപ്പോഴും കാണിക്കുന്നത് it is the open ways for evangelism. നമ്മൾ Acts of Apostles വായിക്കുമ്പോൾ we can see that Paul had many open doors in many places. He's saying that God has opened a door for me. God has opened a door in this place. God has opened a door in that place. This is all for evangelism, for sharing the gospel, for spreading the gospel. And I'm so glad that Ebenezer Outreach Ministry and the people who are engaged in this, we are moving forward in that direction, in that right direction, sharing the gospel all around wherever we are, right? So the church in Philadelphia, second thing about them, what they have to hold fast is what they are doing right now. The evangelism, the sharing of the gospel, sharing of the truth, right? So adana avar cheynathu. Again, from this portion, I just want to encourage you and tell you that there is open door for you and me in the areas where we are also. God has opened a door for us. The doors for evangelism for you and me is always opened at your workplace, even in your neighborhood, wherever you are going, maybe in the shop. So always remember, always be confident that God has opened that door. It is our choice to go through that door. Our door open aanu. Already it is open. The door for evangelism is open. Don't think that this is not a place that I cannot do it. Don't think that this is not something that I can do, right? So don't think like these, but always remember God has already opened the door of evangelism in every places that you go, in every situations that you are in the neighborhood that you are in, to the people that you go to, right? In the workplace that you go to, God has opened it. It is our choice to walk through that door, to take that door, right? നമ്മൾ കാണുന്നവരോട് നമ്മുടെ ജോലിയിലായിരിക്കുമ്പോൾ എല്ലാം ഈ ഡോർ ഓപ്പൺ ആണ്. കർത്താവ് ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുവാണ്. കർത്താവ് നമുക്ക് അത് ആ കമ്മീഷൻ തന്നിരിക്കുവാണ്. അതിനകത്ത് ഇനി മാറ്റമില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഗോ ത്രൂ ദാറ്റ് ഡോർ. പലപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ വി ആർ ഹെസിറ്റന്റ്, റൈറ്റ്? നമുക്ക് നമ്മുടെ ജോലിയിൽ അത് പറയാൻ, അല്ലെങ്കിൽ ഒരാളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സംടൈംസ് വി ആർ ഹെസിറ്റന്റ്. Sometimes we don't get that opportunity. We always look for that opportunity, but we fail to get that, right? But ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാണ്, കർത്താവ് എന്നോട് സംസാരിക്കുവാണ്, കർത്താവ് നമ്മളുടെ ഈ കൂട്ടത്തോട് സംസാരിക്കുവാണ്. The door is open for evangelism, and it is your responsibility to take hold of it and go forward and get the souls for Christ, get the souls for the kingdom of God എന്ന് കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് പറയാ. സോ wherever we are, it can be in our workplace, നമ്മുടെ വർക്ക് പ്ലേസിലാകാം, നമ്മുടെ നെയ്ബർഹുഡിലാകാം. Let's open our eyes and see, right? ഞാൻ ഇന്ന് ഒരു ബുക്കിൽ ഇങ്ങനെയാണ് വായിച്ചത്. ചാൾസ് സ്പർജന്റെ അടുത്ത് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇവാഞ്ചലിസം ചെയ്യാൻ താല്പര്യമുണ്ട്, ബട്ട് ഹൗ ക്യാൻ ഐ ഡു ഇറ്റ്? എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം എടുത്ത വഴിക്ക് ചാൾസ് സ്പർജൻ asked that person, what are you doing? Who are you? Right? അങ്ങനെ ചോദിച്ചു. സോ ആ വ്യക്തി പറഞ്ഞു, I am ട്രെയിൻ ഡ്രൈവർ. ട്രെയിനിൽ ആ സമയം അന്നത്തെ കാലത്ത് ട്രെയിൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോ
അപ്പം ചാൾസ് സ്പർജൻ പറഞ്ഞു, ഡു യു നോ ദ പേഴ്സൺ ഹു ഇസ് ഡൂയിങ് ദ കോൾ, കൽക്കരി അതിനകത്ത് ഇട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ വ്യക്തിയെ നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അയാൾ ക്രിസ്ത്യൻ ആണോ എന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. സോ ചാൾസ് സ്പർജൻ said, that person said, no, I don't know that was the answer. I don't know. എനിക്ക് അറിയത്തില്ല ഈ വ്യക്തി ക്രിസ്ത്യൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ചാൾസ് സ്പർജൻ was saying that then start from there. Go back, start from there. So everywhere there is opportunity for us. Even ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ God was talking to me as well. It's not just a message for you, but it is a message for me as well. Wherever you go, there is an opportunity. There is an open door. There is an open door that God has opened for his children to evangelize, to spread the gospel, to spread the truth, to reach the unreached. There is possibilities, right? So that is what the word of God says, and that is what the Spirit of God wants to encourage you tonight. And moving forward, we can see. So that was the second thing, right? So first thing is the thing that they have to hold fast is their good works and good heart. നല്ല ഹൃദയവും നല്ല പ്രവൃത്തിയും അത് അവർക്കുണ്ട്. അത് അവർ മുറുകെ പിടിക്കാൻ അവരോട് പറയാണ്. രണ്ടാമത് പറയാണ്, second thing is they have to hold fast on there is open door for them, the evangelism that they are currently doing. The evangelism that they currently doing, hold fast to it, right? Anya, would you please mute yourself? Sorry. Thank you. Yeah. So that's what we were thinking, right? And the next one is, I know that you have put a little. So മൂന്നാമത് ഹോൾഡ് ഫാസ്റ്റ് ചെയ്തൊരു കാര്യം പറയുവാണ്, I know that you have but little power. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അത് വായിച്ചപ്പം I was just wondering, I was very surprised. You know why? ഈ വാക്യത്തിൽ നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ച വാക്യത്തിൽ പറയുന്നു, the one who conquers, I will make him a pillar in the temple of God. So hold fast ചെയ്യാൻ പറഞ്ഞിട്ട് പറയുവാണ്, hold fast to what you have and the one who conquers, which means ഹോൾഡ് ഫാസ്റ്റ് ചെയ്ത് നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട്? They are conquerors, they are victorious എന്ന് പറയുക. പക്ഷെ if you go back to this verse, ഈ 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, I know you have little power. അപ്പം there is an irony between this, right? ഒരു വളരെ ശക്തി കുറഞ്ഞ ഒരാളോടാണ് ദൈവം പറയുന്ന, കർത്താവ് പറയുന്ന, you are victorious. You are victorious. You are conquerors. എന്ന് പറയുന്നത്. Do you understand what that really means? These people, the people in the church in Philadelphia, they understand that they have little power. But it is not just finished by that. They understand that they have little power, but they have put their whole strength and they take the whole strength from God. കർത്താവിൽ നിന്ന് അവരുടെ മുഴുവൻ ശക്തിയും എടുക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൽ അവരുടെ മുഴുവൻ ശക്തിയെയും കാണുന്നവരാണ് ഈ ഫിലാഡൽഫിയയിലെ ആളുകൾ. So let me tell you, if you are thinking that you are weak in this area or that area, you cannot pass this hurdle. You are thinking that you cannot pass this exam. You are thinking that my character is not that great. I'm not able to go forward. If you're thinking that you're weak in these areas, God is telling you, if you put your faith in me and you get your strength from me, then you are more than conquerors. You are victorious. You are going to be victorious in the life. So, ഒരു കുറ്റവും പറയാൻ ഇല്ലാത്ത ഒരു സഭയുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ് അവരുടെ വീക്ക്നെസ്, that little strength. That's wonderful, right? ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു സഭയാണ് ഫിലാഡൽഫിയ സഭ. The Spirit of God is not raising any mistakes about them. പക്ഷെ അങ്ങനെ വിക്ടോറിയസ് ആയിട്ട് നിൽക്കാൻ ഉള്ള തിരഞ്ഞെടുത്ത ഒരു സഭയോട് കർത്താവ് പറയുമ്പോ
കർത്താവ് അവരിൽ കാണുന്ന ഒരു കാര്യം they are of little power എന്നുള്ളതാണ്. So how much blessed you and me are who are having little power, because God has chosen us to get your strength in Christ so that we will be victorious. നമ്മളെ ഓരോരുത്തരെയും നോക്കി കർത്താവ് അത് തന്നെയാ പറയുന്നത്. You are of little power, I know, but if you put your strength in me, if you take your strength from me, those who are poor in spirit, right? Those who have their strength in God, they are going to be victorious. അതാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഫിലാഡൽഫിയ ചർച്ചിനോട് ഹോൾഡ് ഫാസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ദാറ്റ് their trust, their dependency towards God or dependency in God. കർത്താവിലുള്ള ആ ആശ്രയം. നിനക്ക് ശക്തി കുറവാ, നിനക്ക് ബലം കുറവാ, നിനക്ക് ബലഹീനതയുണ്ട്, നിനക്ക് മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് നിന്നിലില്ല. God knows it. God knows it. And still he is telling you, if you can find your strength in me, I am telling you, you will be victorious in what you are going to face, what you're facing in the future, what your situations be, whatever be the situation, you are going to be victorious because you have find your strength in the mighty God. You have find your strength in the powerful God, because you have find your strength in that sovereign God. Hallelujah. I praise God for that. Ee vakyam vaayikkumbo I was very joyful, because for those who think that they are weak, for those who think that they cannot, God is telling you, if you find your strength in me, you can. If you find your strength in me, you can. If you depend on me, if you rely on me, if you choose to rely on me, you can. You can be victorious. You can be conquerors. You can be conquerors. Hallelujah. I praise God for that. And so that is the third thing that we see what Philadelphia church has hold fast. What was the quality of that church, right? And the last thing is, we can see that, yet you had little strength, yet you have kept my word and have not denied my name. You have kept my word, the faithfulness of that church, the faithfulness of the people in that church. കർത്താവിന്റെ ആ കുഞ്ഞുങ്ങളുടെ, ആ സഭയിലെ കുഞ്ഞുങ്ങളുടെ വിശ്വസ്തത, കർത്താവിനോടുള്ള വിശ്വസ്തത, അതാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിന്റെ നാമത്തെ ഡിനൈ ചെയ്തില്ല അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോ, അവരുടെ ജീവിതത്തില് കാര്യങ്ങൾ അവരുദ്ദേശിക്കുന്നത് പോലെ നടക്കാതിരുന്നപ്പോ, still they didn't deny him. They always raised that banner. കർത്താവ് ഞങ്ങളുടെ ജയക്കൊടിയാണ്. ജയമല്ല നമ്മൾ ഇപ്പോ കാണുന്നെങ്കിലും they raised that banner that he is Nisi Jehovah. Hallelujah. Amen. So അവര് what they did was they kept the word of God. ദൈവത്തിന്റെ വചനത്തെ കാത്തു, അതുപോലെ അവരുടെ ദൈവത്തിന്റെ നാമത്തെ നിഷേധിച്ചില്ല. In any circumstance, what you are facing now, I don't know what you are facing, I don't know what you're going through, but even in that situation that you think that it is not a favorable one, if you don't deny his name, if you trust his name, if you raise the banner of his name, then God is telling you, you will be victorious. You will be victorious. You are going to see the victory in your life in the coming days. Hallelujah. So that is another thing that we see what Philadelphia church has hold fast. Philadelphia church മുറുകെ പിടിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും, even in the good or in the bad, നന്മയിലും തിന്മയിലും, പ്രസാദകരമായ അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും, they raised the banner and they said that we belong to God and we are the beloveds of the mighty God. ഞങ്ങളുടെ കർത്താവിന്റെ നാമം ഓരോ തവണയും അവർ ഉയർത്തിക്കൊണ്ടേയിരുന്നു. Let us take a decision in our mind that whatever situations that we go through, let us raise that banner. Let us cling on to that God, and let us always proudly say that we belongs to him.
And he is always mighty. He is always mighty. He is always powerful. He is the mighty God. എന്ന് declare ചെയ്യാം. And you will see, when we declare these things, when we declare his name, because you know why? Because his name is powerful, right? His name is above every name. His name is above every disease. His name is above everything. So if you declare that, then if you don't deny his name in your circumstances, then you will see victory. You will be conquerors. So that's the word of God says. So those are the things that we see what the church in Philadelphia hold fast, right? And the last one they hold fast is the verse number 10. Let's read that verse number 10. Because you have kept my word about patient endurance. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടു. So what they had is sahishnada. What they had is patient endurance. Patient endurance. That is two words. Kato? Patient endurance. ഈ patient endurance ne kurichu I was just looking at the word, and I got this from the book of James, you know. Book of James 5 verses 7 ingane parayunu, be patient therefore brothers, until the coming of the Lord. See how the farmer waits for the precious fruit of the earth, being patient about it until it receives the early and late rains. So patient ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്, വചനപ്രകാരമുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിമ്പിൾ വെയിറ്റിംഗ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിമ്പിൾ വെയിറ്റിംഗ്. പേഷ്യന്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ചുമ്മാ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു സിമ്പിൾ വെയിറ്റിംഗ് എന്നല്ല. പക്ഷെ അതിനകത്ത് ആരെ പോലെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ജെയിംസിൽ പറഞ്ഞേക്കുന്നു, വെയിറ്റ് ലൈക്ക് എ ഫാർമർ. യു നോ വൈ? അതിന്റെ ഗ്രീക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ആ പേഷ്യൻസ് എന്നുള്ളത്, പേഷ്യന്റ്ലി വെയിറ്റിംഗ് എന്നുള്ളത്, വെയിറ്റിംഗ് വിത്ത് എക്സ്പെക്ടൻസി. ഐ മീൻ expecting. Waiting with expecting. So it's not just simply waiting. ഒന്നും അറിയത്തില്ല, ഇനി എന്നാന്ന് അറിയത്തില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് കമ്മിങ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനല്ല. ഒരു ഫാർമർ വെയിറ്റ് ചെയ്യുന്ന പോലെ വെയിറ്റിംഗ് വിത്ത് എക്സ്പെക്ടൻസി. ഒരു കാര്യത്തെ സോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫാർമർ സോ ദ സീഡ്, റൈറ്റ്? അതിൽ നിന്ന് മഴ പെയ്ത് അതിനകത്ത് പൊട്ടി കിളിർത്ത് അതിനകത്തൊരു ഫലം ഉണ്ടായി അതെനിക്ക് ഉപകാരമാകും എന്നുള്ള എക്സ്പെക്ടൻസിയോട് കൂടെ മഴയ്ക്കായി വെയിറ്റ് ചെയ്യുന്ന ഒരു ഫാർമർ. ഈ ഒരു വേ ഓഫ് വെയിറ്റിങ്ങിനെയാണ് പേഷ്യന്റ്ലി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. So when we think about the Church of Philadelphia, we can see that they were people who patiently endured, right? Patiently waited. So first part ഞാൻ പറഞ്ഞു patiently waiting. So they were waiting with an expectancy, right? Just like a farmer. So the same way the word of God നമ്മളുടെ ഉള്ളിൽ സോ ചെയ്തിട്ടുണ്ട് അല്ലേ? Word of God has been sown in us. അതിനൊരു ഫലമുണ്ട്. There is a fruit for it. You will see the fruit. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, പക്ഷെ since the Holy Spirit is within you, it is making the fruit out of you. You will see it eventually. So we are waiting with that expectancy that the God who has sowed the word in me, there is a fruit. There is a fruit that is coming out from it. There is a fruit. There will be a fruit that is coming out from it. So that is what the word of God says. So just like a farmer waits for that what is being sown. നമ്മളിൽ സോ ചെയ്തിട്ടുള്ളത് എന്താണ്? വചനമാണ്. The same way, വചനം നമ്മളിൽ സോ ചെയ്തിട്ടുണ്ട്, ഹോളി സ്പിരിറ്റ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. There will be a fruit. There will be a fruit in our lives. That is pakka. That will always happen, right? So that is how a farmer waits. Again, ഒരു വചനത്തിൽ I think it's in Philippians, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു, the one who has started a good work in you will come make it to finish, right? അതിന്റെ അവസാനത്തോളം എത്തിക്കാൻ ശക്തനാണ്. He is the author and finisher of the faith. He is not just the author, he will be the finisher of the faith too. He is Alpha and he is Omega, and he is able to do that. Hallelujah. So what we see here, whatever
work God has started in you. It might be a ministry. It might be a talent that's been given in you. It might be a work that is started in through you. Whatever God has started through you, he will make it to finish. So അതിനെ ആ ഒരു വിശ്വാസത്തോടു കൂടെ വെയിറ്റ് ചെയ്യുന്നതിനെയാണ് വെയിറ്റിംഗ് പേഷ്യന്റ്ലി എന്ന് വചനം പറയുന്നത്. വചനം പറയുന്ന വെയിറ്റിംഗ് പേഷ്യന്റ്ലി ഈസ് ലൈക്ക് ദാറ്റ്. വേൾഡ് വിൽ സേ എ വെയിറ്റിംഗ് ഇൻ അനദർ വേ. വെയിറ്റിംഗ് ക്യാൻ ബി ഇൻ എനി വേസ്, ബട്ട് വചനം പറയുന്ന വെയിറ്റിംഗ് is waiting with an expectancy, waiting with expecting that God is faithful, God will deliver, God will work on behalf of this, God will provide. So with that expectancy, we are waiting. Let me tell you, dear group of people, dear children of God, those who are waiting on something in this group, let me tell you that God is faithful and he will do it. He will do it. So whatever be the circumstance that you're seeing right now, let me tell you, wait with that expectancy. Wait patiently. That's the word of God says. Just knowing that there is a reward, there is a result, there is a fruit, there is a victory at the end. So that's what the church in Philadelphia had, right? So they were endured patiently. So we thought of the word patiently, and there is another word is enduring, right? Enduring means what? Enduring means refusing to run away in between. So if we are in the middle of, if we all are in a journey, right? നമ്മളെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു യാത്രയിലാണ്, right? We are waiting patiently, we are moving forward, we are being with Christ, like every day നമ്മുടെ ജീവിതം അങ്ങനെ പൊക്കോണ്ടിരിക്കുക. So we will face things in our midst, in this journey, right? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാം, right? So ആ ഫേസ് ചെയ്യുന്ന ആ ഒരു വഴിയിൽ, that race, okay, this is a race. The Christian life is a race. So refusing to run back or run away, അതാണ് endurance. So നമ്മൾ ഒരു പോയിന്റ് വരെ എത്തി, ആ പോയിന്റിൽ എത്തിയപ്പോൾ we are facing a lot of things against us, maybe many forces against us, or maybe the circumstances are not that favorable for us. അങ്ങനെ ഒരു circumstanceൽ നിൽക്കുമ്പോഴും the word of God is saying endure, which means move forward. Move forward. The word of God is telling you, somebody here, to go forward. To go forward. You are seeing many things that is being an obstacle for you in the front, but the word of God is telling you, go forward, move forward. The victory is yours. I am with you. The word of God is with you. Go forward. Don't run back. Don't refuse to run. Don't run back and refuse to run away. Don't be like that. Don't run away. പലപ്പോഴും നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കർത്താവെ നമുക്ക് കഴിയണില്ല, ഭാരത്തിനു മുകളിൽ ഭാരം, പ്രയാസത്തിനു മുകളിൽ പ്രയാസം വരുക, നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന എന്തുവാ, ചിലപ്പോൾ നമ്മൾ അവിടെ അങ്ങ് സ്ലോ ഡൗൺ ആവും, അല്ലെ? നമ്മുടെ ആ വിശ്വാസ ജീവിതത്തിലെ സ്പിരിച്വൽ ലൈഫിന്റെ ഗ്രാഫ് പയ്യെ ചിലപ്പോൾ സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും, ചിലപ്പം പയ്യെ നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിക്കാൻ തുടങ്ങും, right? We go past into our past ways. ചിലപ്പം നമ്മള് അവിടെ അങ്ങ് സ്റ്റോപ്പ് ആകും, റൈറ്റ്? അങ്ങനെ പലതും സംഭവിക്കാം. പക്ഷെ word of God is telling you, this church who was victorious, they endured patiently, they endured the race, and that's why they become victorious. So കർത്താവ് പറയുന്നത് നമ്മളോട് അതാ, endure patiently, you will be victorious. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ട് നിർത്തുവല്ല, എൻഡ്യൂർ പേഷ്യന്റ്ലി, നിങ്ങൾ സഹിച്ചങ്ങ് മുന്നോട്ട് പോക്കോന്ന് മാത്രമല്ല പറയുന്നേ. ഹി ഈസ് ടെല്ലിംഗ് യു ദാറ്റ് there is a reward and you are going to be conquerors, right? So God is such a marvelous God we serve, right? കർത്താവ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞേച്ച് കർത്താവിന്റെ പാട്ടിന് പോവുമല്ല, കർത്താവ് പറയുക നമ്മളോട് എൻജോയ് ചെയ്തോ, because I am with you. I am with you. നിന്റെ ഈച്ച് സ്റ്റെപ്പിലും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹോളി സ്പിരിറ്റ് ഇസ് വിത്ത് യു. I am going to help you എന്ന് കർത്താവ് നമ്മളോട് പറയുക. That's why God is saying that they endure patiently. അതുകൊണ്ടാ പറയുന്നേ, അവര് സഹിഷ്ണുതയോടെ മുന്നോട്ട് പോയി. അവരുടെ ജീവിതത്തിലെ പല സമയങ്ങളിലും അവരൊരു they had an expectancy that God is going to bring out fruit.
God is going to finish the race for me. That was their belief. ആ ഒരു ഫെയ്ത്തോട് കൂടെ അവര് വെയിറ്റ് ചെയ്തു. That is something that the Church of Philadelphia did. So നമ്മുടെ ജീവിതത്തിലും കർത്താവ് പറയുന്നു ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. നല്ല വർക്ക്സ്, ഫെയ്ത്ത്, നല്ല ഹൃദയം, റൈറ്റ്? പിന്നെ അവർക്ക് മുന്നിൽ അവരുടെ ഇവാഞ്ചലിസം ഡോർ വാസ് ഓപ്പൺ, സോ ദേ ഡിഡ് ദ ഗുഡ് വർക്ക്സ് ഫോർ ക്രൈസ്റ്റ്, റൈറ്റ്? ദേ സ്പ്രെഡ് ദ ഗോസ്പൽ. ദെൻ പിന്നീട് പറയുന്നു അവർക്ക് കുറച്ച് ശക്തിയേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും അവരുടെ വിശ്വാസം കാത്തു. അവര് കർത്താവിന്റെ വചനത്തെ, കർത്താവിന്റെ നാമത്തെ ഒരു പോയിന്റിൽ പോലും ഡിനൈ ചെയ്തില്ല, റൈറ്റ്? ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, many times we ask questions to God, but we should never question God, right? അതാണ് നമ്മൾ ഈ ഫിലാഡൽഫിയ ചർച്ചയിൽ കാണുന്നത്. മെനി ടൈംസ് ദേ മൈറ്റ് ഹാവ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മളെ പോലെ അവരും കർത്താവ് ഇത് എന്നായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചു കാണും. പക്ഷെ ദേ നെവർ ക്വസ്റ്റ്യൻഡ് ഗോഡ്, ബിക്കോസ് ദേ ന്യൂ ദാറ്റ് they are not going to deny God, they are not going to deny the name of Christ who saved them, right? അവരെ രക്ഷിച്ച ക്രിസ്തുവിനെ അവർ ഒരു പോയിന്റിൽ പോലും സംശയിച്ചില്ല. They didn't doubt him. കർത്താവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. കർത്താവിനെ ഡൗട്ട് ചെയ്യാതെ ഒരു പോയിന്റിൽ പോലും, അപ്പാ അങ്ങനെ ഡൗട്ട് ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ ദാറ്റ് ഗോഡ് ഹെൽപ്പ് us to move forward without doubting that faithful father, in each point of our life. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. സോ നമ്മളുടെ ഈ ചർച്ചിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പല കാര്യങ്ങൾ they hold fast. And ദൈവമക്കളെ, God is not giving you like ഒരു വലിയ ടാസ്ക് തന്നിട്ട് പോയി ചെയ്യുക, അത് പോയി പിടിക്കുന്നൊന്നും അല്ല കർത്താവ് പറയുന്നത്. What you have, hold fast. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് മുറുകെ പിടിച്ചോളുക. Because the journey is going to be like a roller coaster, right? അന്നേരം ആ ഉള്ളത് വിട്ട് കളയരുത്. എനിക്ക് തോന്നുന്നു വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അവസാനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. സോ വാട്ട് എവർ യു ആർ ഡൂയിങ്, ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഡു ഇറ്റ്, ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്, റൈറ്റ്? വാട്ട് യു ഹാവ്, കീപ് ഇറ്റ്. വാട്ട് യു ഹാവ്, try to hold fast with it. So there is an action that you require you to do, right? എല്ലാം കർത്താവ് ചെയ്യുമല്ല. There is an action that you have to do, that is hold fast to what you have. Hold fast to what you have. മുറുകെ പിടിച്ചുകൊള്ളുക. നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, നിനക്ക് തന്നത്, കർത്താവ് നിന്നിൽ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഓരോന്നും മുറുകെ പിടിച്ചുകൊള്ളുക. അങ്ങനെ മുറുകെ പിടിച്ചാൽ you will be victorious in your life. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ കർത്താവിന്റെ വചനത്തിൽ ഞാൻ താണിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യത്തിൽ, നമ്മൾ വായിച്ച കുറുവാക്യത്തില് ഇങ്ങനെയാ പറയുന്നത്, the one who hold fast what you have so that no one may seize your crown. നിങ്ങളുടെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇതിനെ മുറുകെ പിടിച്ചോളുക എന്നാ പറഞ്ഞത്. സോ നമ്മുടെ കിരീടം മറ്റൊരാൾ എടുക്കുവല്ല, മറിച്ച് നമുക്ക് ഈ കിരീടം നഷ്ടമാകാം. ഓക്കെ, അതിന് നമ്മളുടെ എനിമിയായിട്ട് വരുന്ന ഏറ്റവും മെയിൻ ഒരാള് ആര് തന്നെയാണെന്നറിയാമോ? നമ്മുടെ സെൽഫ് തന്നെയാണ്. Okay, so there is an enmity happening between you and the self within you. Okay, ഈ കിരീടം നമ്മൾക്ക് നഷ്ടമാകാൻ നമ്മുടെ കിരീടം എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുവല്ല. They are owning their own crowns, we are owning our crowns, we get our crowns. ഇനി ഈ കിരീടം നഷ്ടമാകാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ that will be by your self. നിങ്ങളുടെ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ്, എന്റെ സെൽഫ് എന്നിൽ ഡൊമിനേറ്റ് ചെയ്യുമ്പോൾ, എന്റെ സ്വയം എന്നിൽ ഡൊമിനേറ്റ് ചെയ്യുമ്പോൾ, എന്റെ ഫ്ലഷ്, എന്റെ ജഡം എന്നിൽ ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ കിരീടം നമ്മളിൽ നിന്ന് നഷ്ടമാവുന്നത്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. നമ്മൾക്കിടെ മുന്നിലുള്ള നമ്മുടെ ജോലി സ്ഥലത്തെ ഒരു വ്യക്തിയല്ല നമ്മുടെ എനിമി, അല്ലെങ്കിൽ നമ്മളോട് പരാതി പറഞ്ഞ ഒരാളല്ല നമ്മുടെ എനിമി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്ത ഒരാളല്ല എനിമി. നോ, our enemy is always ourself. There is always a battle between that self and the spirit of God that is within us. So അത് എപ്പോഴും ദൈവമക്കൾ ഓർത്തിരിക്കുക. we have to
always remember that. We have to keep that in mind, that നമ്മളുടെ കിരീടം ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ it's not somebody else that is taking it, but it is ourself inside us who is going to decline that from us. നമുക്ക് നൽകപ്പെടുന്ന റിവാർഡിൽ നിന്ന് നമ്മളെ ഡിക്ലൈൻ ചെയ്യിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മളുടെ ജഡം, നമ്മളുടെ ഫ്ലഷ്, നമ്മളുടെ സ്വയം ആയിരിക്കും. So God want us to be victorious in that area as well. So that's why God is telling them they endured patiently. അവരുടെ മുന്നിൽ വന്ന ഓരോ ട്രബിൾസിനെയും അവർ പേഷ്യന്റ്ലി എൻഡ്യൂർ ചെയ്തു, അവർ പേഷ്യന്റ്ലി അതിനെ തരണം ചെയ്തു മുന്നോട്ട് പോയി. റൈറ്റ്? സോ ദാറ്റ് ഈസ് വാട്ട് വി സീ in this passage. So നമ്മളിപ്പോ കണ്ടത് ഇങ്ങനെയാണ്, കർത്താവിന്റെ കുഞ്ഞുങ്ങൾ ആയ നമുക്ക് we lead a victorious life. That's what God wants us to be. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നതാ, God is such a loving father who wants to see you rise again and again, rise and be victorious in your life. അത്രയ്ക്ക് നല്ലൊരു പിതാവാ നമുക്ക് സ്വർഗത്തിലുള്ളത്. എന്റെ കുഞ്ഞ് വിക്ടോറിയസ് ആയിട്ട് നിൽക്കണമെന്ന് കാണാൻ എപ്പോഴും ആശിക്കുന്ന ഒരു പിതാവ്. കാണാൻ ആശിക്കുക മാത്രമല്ല, ഹി എയ്ഡ്സ് ഇറ്റ്. നമ്മളുടെ അതിനു വേണ്ടുന്ന സഹായത്തെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഹി ഹാസ് ഗിവൻ ദ ഹോളി സ്പിരിറ്റ്. ചുമ്മാ ആശിച്ചുകൊണ്ട് നോക്കിയിരിക്കുക മാത്രമല്ല, ഹി ഈസ് ഗിവിംഗ് ഓൾ ദ പ്രൊവിഷൻസ് ഫോർ ദാറ്റ് so that we can be victorious, right? He has given the Holy Spirit within us that we can be victorious. These are all the truths in the word of God. But until and unless these remain as the words, it won't be fruitful for us. Let's pray to God that these words become life in us. നമ്മുടെ ജീവിതത്തിൽ അത് വചനം, നമ്മള് പലപ്പോഴും നമുക്കൊരു നല്ല വചനം എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല വചനം കേട്ടു എന്ന് പറയാം, നല്ലൊരു മെസ്സേജ് കേട്ടു എന്ന് പറയാം. പക്ഷെ ദൈവമക്കളെ ഞാൻ പറയട്ടെ, unless that word is acting in us, there is no use. നമ്മുടെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല. So let us all pray together. Even I am also praying that, Lord, the word that you have delivered to us, the word that you have shown to us, Appa, let us help us to leave that word, Lord. The Holy Spirit that you have given in us. കർത്താവേ, ഞങ്ങളെ അതിന് സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയന് അവസരം നൽകിയ ദേവദാസനും ബ്രദറിനും ഈ മിനിസ്ട്രിയോട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.